بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه وسلم والعاقبة للمتقين بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ഹദ്ദാദിൻ്റെ ഫളായിലുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞത് 6 ദിക്റുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 7ാമത്തെ ദിക്റാണ്. ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠതകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുഅ്മിനീങ്ങളെ, കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല, പെട്ടെന്ന് വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കും. 10 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യം പറയാനുള്ളത്, ഈ ചാനൽ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യുമെന്നുള്ള വസിയത്തോടെ, അതുപോലെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ ഒരു അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് 7ാമത്തെ ദിക്റാണ്. ഏതാണ് 7ാമത്തെ ദിക്ർ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്ർ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണിത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ പകലിൻ്റെയും പ്രഭാതത്തിൻ്റെയും എല്ലാ രാത്രിയുടെയും വൈകുന്നേരത്തും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലുന്നവരെ യാതൊന്നും തന്നെ പ്രയാസപ്പെടുത്തുകയില്ല. ഈ ദിക്ർ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും, രാത്രി ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെയും, അതുപോലെ യാതൊരു പ്രയാസവും ആ മനുഷ്യനിക്ക് ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ടതില്ല. ഈ ദിക്റങ്ങോട് ചൊല്ലിയാൽ ഒന്നുകൊണ്ടും ആരും പ്രയാസപ്പെടേണ്ടതില്ല എന്ന്. ഇനിയും വലിയൊരു മഹത്വമുണ്ട്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ
റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രസ്തുത ദിക്ർ ചൊല്ലി മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയുക, പ്രസ്തുത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പ്രസ്തുത ദിക്ർ ചൊല്ലി, ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് എന്താണ് മഹാനവറുകൾ വിഷം കുടിച്ചു. അതേ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഈ ദിക്ർ ചൊല്ലി വിഷം കുടിച്ചു. അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചില്ല. ഈ സംഭവം പ്രസിദ്ധമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിയുടെ കപ്പൽ ഓടിയിരുന്നതും നിന്നിരുന്നതും ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന ബിസ്മി കൊണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൊക്കെ കാണാം. ഈ ദിക്ർ ആരും തന്നെ എന്താണ് മറന്നു പോകരുത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചെല്ലാം. ഭക്ഷണത്തിലുണ്ടാവുന്ന കേടുകൾ, വിഷാംശങ്ങൾ ഒക്കെ നീങ്ങിക്കിട്ടും. അതുപോലെ ഒരു ആപത്തും ഒരാൾക്കും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഈ ദിക്ർ എല്ലാവരും പരമാവധി ഹദ്ദാദിലൂടെയും അല്ലാതെയും ചെല്ലാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റും സലാത്തും ഒക്കെ ചൊല്ലുന്ന ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലുന്നവരാണ്. നമ്മളുടെ സലാത്തുകളും ദിക്റുകളൊക്കെ നല്ല ഇസ്തിഗ്ഫാറോടുകൂടി ആക്കിബത്തോടുകൂടി നമ്മളുടെ എന്താണ് ശുദ്ധിയോടുകൂടി ഇഖ്ലാസോടുകൂടി നമ്മൾ ചൊല്ലണം. എന്നാലേ ഈ ദിക്റുകൾക്കൊക്കെ ഫളായിലുകളുള്ളൂ. അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലമൊക്കെ ആഗ്രഹിച്ചു കൊണ്ട് വേണം നമ്മളിതൊക്കെ ചൊല്ലാൻ. എന്നാലേ ഇതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ. വെറുതെ ചൊല്ലിപ്പോയതുകൊണ്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെന്ന് അറിയാം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മക്കളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഭർത്താവിൻ്റെ വീട്ടിലുള്ള പീഡനങ്ങളെക്കുറിച്ച്, ഭർത്താവിൻ്റെ കള്ളുകുടിയെക്കുറിച്ച്, മക്കളുടെ ലഹരി പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ, ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ നമ്മളെ മക്കളെയും ഭർത്താക്കന്മാരെയൊക്കെ ഒഴിവാക്കി തരുമാറാവട്ടെ. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് നല്ല നിലക്ക് ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, എല്ലാവരും നിങ്ങളും ഒക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു, എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ദുആ മജ്ലിസുകളുണ്ട്. അതിലൊക്കെ നിങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങളെ ഉൾപ്പെടുത്തും. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു ദിക്റുമായി നമുക്ക് കാണാം.